സാർ, ഒരു പരാജയം കഴിഞ്ഞാൽ ഒരു വിജയം തീർച്ചയായിട്ടും ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഈ രാധാമാധവന് ശേഷം അമരമാണ് സാർ ചെയ്തത്. തൊട്ടടുത്ത പടമായിരുന്നു അമരം. തൊട്ടടുത്ത പടമായിരുന്നു അമരം. മമ്മൂക്കായിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പടം പുറപ്പാടിന് ശേഷം. പുറപ്പാടിന് ശേഷം നമുക്ക് പിന്നെ അപ്പോഴേക്ക് ലോകിയായി, നല്ല സ്നേഹത്തിലായിരുന്നു നമുക്കായിട്ട്. അപ്പോൾ ആ പടം പിന്നെ വന്നപ്പോൾ നമുക്കവിടെ സംസാരിച്ചു. നമുക്ക് പിന്നെ ലോഹിയുണ്ട്. ഇപ്പോൾ ലോഹി പറഞ്ഞു, നമുക്ക് പറഞ്ഞു എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പടം വേണം, അപ്പോൾ നമുക്ക് നിങ്ങളൊന്നൊന്ന് പ്ലാൻ ചെയ്ത് ഞാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം. അങ്ങനെയാണ് ഈ പിന്നെ പടം വന്നത്, ഈ പിന്നെ ഇത് വന്നത്. അത് നല്ല രീതിയിൽ വളരെ കഷ്ടപ്പെട്ടാണ് നമുക്ക് അഭിനയിച്ചത്. അതിൻ്റെ ഓരോരോ രംഗങ്ങളും സീനുകളും മറ്റുള്ള അതിലൊക്കെ മമ്മൂട്ടിയുടെ ഭയങ്കരമായിട്ടുള്ള വരദേട്ടൻ ഡയറക്ഷൻ. നെക്സ്റ്റ് ഞാൻ ഒരു സംശയമില്ലാതെ പറയാം, അതിൽ മമ്മൂട്ടിയുടെ ക്രിയേഷനാണ്. സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷേ ആ സ്ലാങ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം. മമ്മൂക്കയുടെ ആ സ്ലാങ് വെച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അത് വളരെ കഷ്ടപ്പെട്ട് ആലപ്പുഴ നമ്മുടെ അവിടെയുള്ള കടപ്പുറത്തായിരുന്നു വെച്ചിരുന്നത്. ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച, എനിക്ക് തോന്നുന്നുണ്ട് അത്രയും സൂപ്പറായിട്ടുള്ള വേറൊരു പടം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അത്രയും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ പടം ഞങ്ങൾ ഫസ്റ്റ് കോപ്പിയായി പിന്നെ മദ്രാസിൽ വെച്ച് സെൻസറിങ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഞാനും മമ്മൂക്കയും ഒരുമിച്ചൊരു ഫ്ലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് പല ആൾക്കാരും പറയാൻ തുടങ്ങി എന്നോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സ്ലാങ് ഒന്ന് മാറ്റി സാധാരണ ഒരു ഡബ് ചെയ്ത് അതൊന്നും കൂടി എടുത്തു വെച്ചേക്കും. മമ്മൂട്ടിയുടെ സ്ലാങ് ഉണ്ടല്ലോ, എല്ലാവരും ആ സ്ലാങ്ങാണ്, അതൊന്ന് മാറ്റിയിട്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന മലയാളത്തിലൊന്നും നിങ്ങൾ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അമിതാഭ് ബച്ചൻ്റെ ഒരു പടം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് തന്നെ ഫീലിംഗ് ആക്കി. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓടും. മമ്മൂക്കൊക്കെ അതിനെപ്പറ്റി ഒരു സംശയം ഉണ്ടായിട്ടില്ല. പക്ഷേ മമ്മൂട്ടിയും ഇത് കേട്ടിട്ടുണ്ടാവണം. അദ്ദേഹം ഞാനും കൂടി ഒരുമിച്ച് വരുന്ന തൊട്ട സീറ്റിലാണ്. ഞങ്ങൾ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല സാഹിബേ, നമ്മൾ ഈ സ്ലാങ് കുഴപ്പമാവില്ലല്ലോ എന്ന്. അതോടുകൂടി എൻ്റെ പേടി കൊണ്ട് വർദ്ധിച്ചു. സ്ലാങ് കുഴപ്പമാവില്ലല്ലോ എന്ന് വെച്ചാൽ ഇവിടെ തിയേറ്ററിൽ അത് വല്ല കുഴപ്പമായാലോ ആയാലോ എന്നുള്ള. അപ്പോൾ അദ്ദേഹത്തിന് ആ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ പടം തുടങ്ങി സീറ്റില്ല ഇരിക്കാൻ. ഞാൻ പിന്നെ അപ്പം എക്സ്ട്രാ ചെയറൊന്നും വേണ്ട, ഞാൻ ഇത് പെട്ടെന്ന് പുറത്തേക്ക് വരണമെങ്കിൽ രക്ഷപ്പെടാൻ നല്ലത് പിന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുകയാണല്ലോ. മോശമാണെങ്കിൽ പിന്നെ അവിടെ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പോലീസുകാരുണ്ടാവും, ഭയങ്കര തിരക്കുണ്ടായപ്പോൾ 1-2 പിന്നെ പോലീസുകാരൊക്കെ കൂടിയുണ്ട് അടുത്തടുത്ത്. പടം പിന്നെ തുടങ്ങി, ടെൻഷൻ കുറേ നേരം അതിൽ ഇതില്ലാതെയാണ്. അപ്പോൾ മമ്മൂട്ടി ഊണ് കഴിക്കുന്നതാണ്, ഇങ്ങനെ ഒരു വളരെ പ്രാകൃതമായ പിന്നെ ഇതിലാണ് ആ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം പിന്നെ ആദ്യത്തെ ഇത് പറയുന്നത് മാധുവിനോട്, മോളെ അച്ഛന് കൂട്ടാൻ്റെ ചാറിഞ്ഞ് കുറച്ചെടുത്തേന്നുള്ള ആ ഒരു സ്ലാങ്ങിലാണ് പറഞ്ഞേക്കുന്നത്. ജനം അങ്ങോട്ട് കൈയടിച്ച് ഭയങ്കര പൂവും പേടിച്ചിരുന്ന സാധനമാണ് ഈ സ്ലാങ്. അത് ജനം ഏറ്റെടുത്തു. ജനമുണ്ട് ആ ഫസ്റ്റ് അങ്ങോട്ട് ഏറ്റെടുത്ത് ഭയങ്കര കൈ. ഞാൻ മമ്മൂട്ടി പടത്തിന് ഇങ്ങനെ ഒരു കൈയടി ഞാൻ കേട്ടിട്ടില്ല. അതോടുകൂടി എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഞാൻ കെട്ടിപ്പിടിച്ചു. നോക്കുമ്പോൾ 2 പോലീസുകാരാണ്. അത്രയും വലിയ പിന്നെ സന്തോഷത്തിൽ ആയിരുന്നു അത്. കാരണം ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ഇത് പടം എന്ന് പറയുന്നത്, ആ പടം ഗംഭീരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഓടി. അതിൽ നല്ല നല്ല പാട്ടുകളുണ്ട്, പല ഉഗ്രം പാട്ടുകളുണ്ട്. കുറേ പടങ്ങളായാലും പിന്നെ അതുണ്ട്. പക്ഷേ ആ പാട്ടിന് മമ്മൂട്ടിയുടെ ഒരു പിന്നെ പാട്ടുണ്ട്, വികാര നവുക. അതിന് മമ്മൂട്ടിയെ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടുന്ന ആൾക്കാർക്ക് വരെ കരച്ചിൽ വന്നു. മമ്മൂട്ടിയുടെ കൂടെ ഞങ്ങളന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ഇങ്ങനെ നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ ഒരു മണൽ ഇങ്ങനെ വാരി ഇങ്ങനെ പിന്നെ ദേഹത്തേക്ക് അടുപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അടക്കം നമ്മൾ പിന്നെ ഇതാണെങ്കിൽ കാണുന്നതാണ്. പക്ഷേ അത് സങ്കടം തോന്നി. അത്രയും മനോഹരമായിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തും അദ്ദേഹം വളരെ ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ചൊരു പടമാണ് അത്. നല്ല പാട്ടാണ്. തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളി പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാ മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ.
മനസ്സിലയലിയുകയായിരുന്നു വെണ്ണുര വന്നു തലോടുമ്പോ മനസ്സിലയലിയുകയായിരുന്നു ഭൂമിയിൽ തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ ഇപ്പോൾ സിനിമകളൊന്നും നിർമ്മിക്കുന്നില്ല. ഇടയ്ക്ക് സാറ് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഞാൻ അതിലോട്ട് തന്നെ ചൂണ്ടയിടുകയാണ്. ഞാനിപ്പോൾ സിനിമകളൊന്നും കാണാറില്ല, കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നിർമ്മിക്കാൻ തോന്നിയാലോ എന്ന്. കറക്റ്റാണ് അത്. പിന്നെ ഇപ്പം വളരെ അപൂർവ സിനിമകളിലൊക്കെ കാണുക. കാരണം സ്വാഭാവികമായിട്ടും ഒരു 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 ഫിലിം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നമ്മൾ തിയേറ്ററിൽ പോയി നമ്മളിത് കാണുമ്പോൾ നമുക്കതിൽ ഓരോരോ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ, എന്താണ് അത് ചെയ്തിട്ടുള്ളത്. 10-20 പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊരു വീണ്ടും ഒരു അട്രാക്ഷൻ ഉണ്ടായാൽ പിന്നെ അതിലേക്ക് വീണ്ടും ഇൻവോൾവ് ആവും. അതുകൊണ്ട് തകരാറുണ്ടായിട്ടല്ല, പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴില്ല. ഇപ്പോൾ ഈ പൊളിറ്റിക്സിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള എല്ലാം കൂടി ചെയ്യുമ്പോൾ ഇതിനോട് നീതി പുലർത്താൻ കഴിയില്ല, അതിനോട് നീതി പുലർത്താൻ കഴിയില്ല. ഒരു ബിസിനസ് പോലെയല്ല അത്. ഇത് പൊളിറ്റിക്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം അവിടെ നമ്മൾ ഉണ്ടാവണം. അല്ല ബിസിനസ്സിലല്ലോ, നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേറെ ആളെ വെച്ച് ചെയ്യിക്കാൻ പറ്റില്ല. വേറെ ആളെ ചോദിച്ചു ഇത് അത് പറ്റില്ല. അപ്പോൾ അതാണുള്ള വ്യത്യാസം. അതുകൊണ്ട് പിന്നെ ഇപ്പം പിന്നെ മറ്റുള്ളത് പടം നല്ല പടം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ അടുത്ത് ബാഹുബലിയെ ഞാൻ കണ്ടു, എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് പിന്നെ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പടം കണ്ടപ്പോൾ എനിക്ക് സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും ബാക്കി ഇനിയിപ്പോൾ വരും എന്നുള്ള നിലയിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞത് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമുക്ക് കാണാം. സിനിമ അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ യാദൃശ്ചികമായി പൊളിറ്റിക്സിൽ വന്നു എന്നുള്ളത് എങ്ങനെയാണ് സാർ? അങ്ങനെ യാദൃശ്ചികമായിട്ട് എങ്ങനെയാണ് വരാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു മേഖലയിൽ? എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മളൊന്നും പ്ലാൻ ചെയ്യാത്ത രീതിയിലുണ്ട്. ഇപ്പം ഞാൻ സിനിമ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഒരിക്കലും ഒരു സിനിമ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഈ സ്കൂൾ പഠിച്ചപ്പോഴും അഭിനയിച്ചിട്ടുണ്ടെന്നല്ലാതെ കലയോട് എനിക്ക് വലിയ താല്പര്യമുണ്ട്, വളരെ പാട്ട് കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നല്ലാതെ ഞാനൊരിക്കലും ഒരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെല്ലാം കൂടി ഏറി വന്നു, അങ്ങനെയാണ് പടം എടുത്തു. ഞാൻ എടുത്തപ്പോൾ ഒരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ ഒരു പടം അതോട് കൂടി ക്ലോസ് ചെയ്യുന്നു. അപ്പം പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആരാന്ന് എന്നോട് ചോദിച്ചു. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തന്നെ നടത്താമെന്ന് പറഞ്ഞു. കാരണം അന്ന് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വേറെ പടം വേണ്ടേ, അതല്ലാതെ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ വേറെ പടം എടുക്കാം, എങ്ങനെയാണ് പോയതാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്സിലേക്ക് ഞാൻ വരുന്നു, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്നു, അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിച്ചിരുന്നു. ഞാൻ സ്കൂൾ കാൻഡിഡേറ്റ് മറ്റേ നമ്മുടെ ക്ലാസ് ലീഡറായിരുന്നു, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഒക്കെ പിന്നെ വിട്ടാലും ക്വാളിറ്റി അവിടെ ഉണ്ട്, അതുണ്ടാവും. അതല്ലാണ്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോഴേ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും പറഞ്ഞാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പൊളിറ്റിക്സിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനോടിപ്പം പിന്നെ നീതി പ്രവർത്തനം എന്നുള്ളതുകൊണ്ട് സിനിമയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയപ്പെടുന്ന കുറേ സിനിമകൾ, അതായത് പുതിയ തലമുറ എടുക്കുന്ന സിനിമകളെന്ന് അർത്ഥമാക്കിയാൽ മതി. അങ്ങനെയുള്ള സിനിമകളിൽ സാറിന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വല്ല പാട്ടുകളോ അല്ലെങ്കിൽ പുതിയ സിനിമകളോ അങ്ങനെ സാറ് കണ്ട വളരെ വിരളമായിട്ടുള്ള സിനിമകളെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പുതിയ പിന്നെ പടം ഇപ്പം പിന്നെ കുറേ പടങ്ങൾ പിന്നെ ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് പടം നമ്മൾ പറയാം, അല്ലെങ്കിൽ പിന്നെ ന്യൂ ജനറേഷൻ മൂവി എന്ന് പറയാം. അങ്ങനെയുള്ള പടങ്ങളിൽ നമ്മൾ കുറേ എണ്ണം കണ്ടിട്ടുണ്ട്. കുറച്ചെണ്ണം പലപ്പോഴും അതിൽ ചില കൂടുതൽ CD ആവും പിന്നെ കാണുക. യാത്രയിലൊക്കെ ചിലപ്പം പിന്നെ പകലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചെറിയ പോർട്ടബിൾ ഇതിൽ വെച്ചിട്ട് പിന്നെ CD-യിൽ വെച്ച് കാണും, കമ്പ്യൂട്ടറിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട് തിയേറ്ററിൽ അപൂർവം പോയി കണ്ടിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ പിന്നെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതുപോലെ തന്നെ ഉസ്താദ് ഹോട്ടൽ പഴയ കാലത്ത് ഞാൻ കണ്ടതാണ്. അത് മമ്മൂട്ടിയുടെ മകൻ്റെ ആദ്യത്തെ പടം എന്നുള്ള നിലയിലൊന്നും പിന്നെ പോയി കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ചില പാട്ട് ഇപ്പം 1983 അതിലുള്ളൊരു പാട്ട് പിന്നെ തിരക്കേടില്ലാത്തൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മനോഹരമായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജയചന്ദ്രനും അതാണ് വ്യത്യാസം. അതാണ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പഴയ പിന്നെ പാട്ടുകാരൻ, അദ്ദേഹവും അതുപോലെ തന്നെ വാണി ജയറാം.
ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വീണ്ടും പാടി അതൊരു ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ പാട്ട് പിന്നെ വളരെ എനിക്ക് മനോഹരമായി. അഭിനയത്തിനാണ് നിവിൻ പോളിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. അതന്നെ. അപ്പോൾ ആ ഇതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓലഞ്ഞാലിക്കൊരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിടുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിടുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കൊരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നു, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഈ പുലരിയിൽ കറുകകൾ തളിരിടും വഴികളിൽ, മിഴികളിൽ ഇളവയിൽ തിരിയുമായി വരികയോ, ജനലഴി വഴി പകരും നനയൊരു മധുരം, ഒരു കുടയുടെ തണലിലണയും നേരം, പൊഴിയും മഴയിലോലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ,